നമസ്തേ, ഞാൻ അഖിലയാണ് ജെറുസലേമിൽ നിന്നും. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി അഘോരം ജെറുസലേമിൽ നിന്നും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജെറുസലേം മലപ്പടക്കത്തിൻ്റെ അനുയായിയും പിൻഗാമിയുമായിട്ടുള്ള അഖില ജെറുസലേം. എന്തൊക്കെ നമ്മൾ കാണണം, നമ്മൾ എന്തൊക്കെ കേൾക്കണം അല്ലേ? ജെറുസലേമിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളി പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, അപമാനമാണിത് ഇതുപോലുള്ള മരവാഴകൾ. സത്യത്തിൽ ഈ ജെറുസലേം അമ്മായി കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒക്കെ എഫക്റ്റ് കൂടിയ ഒരു ഐറ്റമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനത്തിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJPയുടെ പച്ച വർഗീയത പറഞ്ഞിട്ടുള്ള ഒട്ടകം ഗോപാലനൊക്കെ ഉണ്ടല്ലോ, ലവനയ്ക്കൊക്കെ വേണ്ടി ഭയങ്കര സപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അങ്ങ് തൂറി മെഴുകുകയായിരുന്നു ഈ ഒരു ജെറുസലേം അഖില കുണുകുണു വാവ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ, മാപ്ര മാധ്യമങ്ങൾ, വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ന്യൂസ് കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അത് സംസാരിക്കാനോ ഇവരാരും തയ്യാറായില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ IT മേഖലയിലെ ജിഹാദ്, അതായത് മതപരിവർത്തനം നടത്തുന്നു, ബീഫ് തീറ്റിക്കുന്നു, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു, അങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ട് ഇത് ജെറുസലേമിലിരിക്കുന്ന കുണുകുണു വാവ വരെ അറിഞ്ഞിട്ടും നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് മാധ്യമ പ്രവർത്തകരാടേ? ഹേ ഹേ ഹോ. അപ്പൊ കുഞ്ഞിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ, ബാ. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ നാസിക്കിലെ TCSൽ ഉണ്ടായ പ്രശ്നം, ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ഉണ്ടായ പ്രശ്നങ്ങള്? കോർപ്പറേറ്റ് ജിഹാദിന്റെ ഭാഗമായിട്ട് മതപരിവർത്തനം നടത്തുക, ഇത് വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒറ്റയൊരു മാധ്യമവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ഇതങ്ങട് മുക്കി. ഇതിനെ പറ്റിയിട്ട് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് അങ്ങോട്ട് തെറിയഭിഷേകം നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഞാൻ പറഞ്ഞതിൽ സത്യസന്ധമായ കാര്യം ഉണ്ട് എന്നുള്ളത്, അല്ലേ? ഇല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ വാർത്ത കൊടുത്തില്ല? ഒരൊറ്റ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ട്? ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇനി എന്താണ് അവിടെ നടന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുകയും ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തതാണ് അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് അവിടുത്തെ TCSലെ HR മാനേജർ ആയിരുന്ന സോബിയ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ആ ആള് ഹിന്ദു പെൺകുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് റിക്രൂട്ട് ചെയ്യുകയും അവരെ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറെ ആൾക്കാരുടെ ടീം ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ടീമിലേക്ക് പറഞ്ഞു വിടുകയും നിർബന്ധിതമായിട്ട് അവരെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. നിസ്കരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ശമ്പളം കൂട്ടി കൊടുക്കുള്ളൂ എന്ന് നിർബന്ധിത ഒരു നിയമം അവിടെ പാസാക്കി. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല, ഹിന്ദു സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. എന്നിട്ട് ഈ ഔട്ടിങ്ങിന്റെ ഫലമായിട്ട് ഇപ്പൊ നമ്മുടെ കമ്പനി ടൂറുകളൊക്കെ പോയില്ലേ, അങ്ങനെ ഈ പെൺകുട്ടികളെ കമ്പനി ടൂർ എന്നുള്ള വ്യാജേന ഔട്ടിങ്ങിന് കൊണ്ടുപോവുകയും പല റിസോർട്ടുകളിൽ കൊണ്ടുവന്ന് പല ഈ ജിഹാദികളായിട്ടുള്ള ആൾക്കാർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ 9 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും 8 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടക്കം 9 കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിപ്പം SIT ആണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ തീവ്രവാദി ജിഹാദി ചോദിച്ചോട്ടെ, ഇപ്പം വരും തെറിവിളികളുമായിട്ട്. അമ്മയ്ക്ക് വിളിക്കും, അച്ഛനെ വിളിക്കും, എന്നെ മോശം പറയൊക്കെ ആയിട്ട് ഇപ്പം വരും. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? അതെന്താ നിങ്ങൾക്ക് അങ്ങ് നോർത്തില് കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സടകോടെ ഞങ്ങളുടെ എണീക്കൂലോ നിങ്ങള്? എന്നിട്ട് അങ്ങോട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞ് അങ്ങോട്ട് വരിക. ഷിയാസ് കരീം, അത് ഞമ്മന്റെ പുള്ളല്ല, ഞമ്മന്റെ പുള്ളേനെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞമ്മക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് വരും, എന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് തെറിയഭിഷേകം നടത്തും. അത് ഞമ്മന്റെ പുള്ളേനെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. എന്തേ ഇതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കണ്ടേ? എന്തേ നിങ്ങളുടെ നട്ടൽ എവിടെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചോ? നിനക്കൊക്കെ നട്ടല്ലോട്ടെങ്കിൽ ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ച് നീയൊക്കെ ഒരു പോസ്റ്റ് ഇട്, അല്ലെങ്കിൽ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് എന്നെ തെറി പറയാതെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് നീ ഒരു പോസ്റ്റ് ഇട്. നിനക്ക് ഈ നിർബന്ധിത മതപരിവർത്തനം ഇപ്പൊ വേറെ ആരെങ്കിലും ചെയ്തെങ്കിൽ നീമാരൊക്കെ ഇപ്പൊ കിടന്ന് അങ്ങോട്ട് തൊള്ള തുറന്നങ്ങോട്ട് പറയുമായിരുന്നല്ലോ. ഞമ്മന്റെ ആൾക്കാർ ചെയ്ത എല്ലാം അങ്ങ് നല്ലതാണോ? നാണം ഇല്ലേടാ? നമസ്തേ, വന്ദേ മാതരം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ കുണുകുണു വാവയുടെ കൊണയടി, നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ജയ് ഹിന്ദ്, ഇന്ത്യ ജയിക്കട്ടെ. അതാ കാരണം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ജയ് ഹിന്ദ് എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ? സംഖ്യകളാണല്ലോ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ചേച്ചിയുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം
വർഷങ്ങളായിട്ട് നടക്കുക. 14-15 വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് BJPയും BJPയുടെ സർക്കാരുമാണ്. ഇവരൊന്നും ഇത്രയും കാലമായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കയറി കുത്തിയിരുന്നത് ഇത്രയും കാലം? എൻ്റെ പൊന്നെ, നീ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ മോളെ, നീ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ, നീ സർക്കാരല്ലേ. അപ്പൊ ലവന്മാരൊക്കെ എന്ത് പണിയെടുക്കായിരുന്നു ഇത്രയും കാലം? പോട്ടെ, പശുവിന്റെ ചാണകം വരാൻ പറയുമാരോടൊക്കെ, അല്ലാതെ എന്താ പറയേണ്ടത്? ഇന്ത്യ മഹാരാജ്യത്ത് വർഷങ്ങളായിട്ട് അതും അറിയപ്പെടുന്ന ഒരു IT കമ്പനിയിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ലവക്കൊക്കെ പൊങ്ങി തുടങ്ങിയത്. പിന്നെ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാമോ, നട്ടല് പണയം വെക്കാതിരിക്കാമോ എന്നൊക്കെയാണ് ചേച്ചിയുടെ ഒരു ചോദ്യം. ചേച്ചി, ഞങ്ങൾ പ്രതികരിക്കും. നിന്നെപ്പോലുള്ള ഇത്രയും കൂതറകളുടെ ഈ പ്രൊപ്പഗണ്ട വാർത്തകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും. 33,000 സ്ത്രീകളെ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മതപരിവർത്തനം നടത്തി കൊണ്ടുപോയി മറ്റു പല തീവ്രവാദ സംഘടനകൾക്കും പൊട്ടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവ് വാർത്തയുണ്ടല്ലോ, അത് പൊളിച്ച് പണ്ടാരമടക്കി നിന്റെയൊക്കെ കയ്യിലേക്ക് തന്നതാ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നേ വരെ BJP സർക്കാർ ഒരു സ്ഥലത്തും ജിഹാദ് ഉണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പൊന്നുമോളെ. ഒരു കോടതിയിലും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ നീ പറഞ്ഞ ഈ UPയും വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള ദളിതനെയും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംസിനെയൊക്കെ പിടിച്ചിട്ട് നിർബന്ധിച്ച് കഴുത്തിൽ കത്തിയും വെച്ചിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന ചില പരമ ചെറ്റകളില്ലേ, നീയൊക്കെ അവന്മാരെ ആദ്യം പോയി നന്നാക്കിയിട്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ പുതിയ സംഭവങ്ങളുമായിട്ടാണ് ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം BJPയും BJPയുടെ സർക്കാരും ഇവരുടെ ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പല പൊറോട്ട നാടകങ്ങളും പൊളിഞ്ഞ് പണ്ടാരം അടങ്ങുമ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതുപോലത്തെ കുണുകുണു വാവകളൊക്കെ രംഗത്തേക്ക് വരും. വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്നവരാണ് സംഗണികളും സംഘികളും കാസാക്കൂസന്മാരും. അപ്പൊ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോക്ക് ഇതിനുള്ള മറുപടി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക, നിനക്ക് തരും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.